വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരുവുകളിൽ സുലഭമായി ലഭിക്കുന്ന ഭക്ഷ്യവിഭവമാണ് മോമോസ്. ടിബറ്റിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ അതിർത്തി കടന്നെത്തിയ മോമോസ് പിന്നീട് ഇന്ത്യക്കാരുടെ ജീവിത രീതിയുടെ ഭാഗമായി. മലയാളികൾക്കിടയിലും മോമോസ് ഒട്ടനവധി ഫാൻസിനെ ഉണ്ടാക്കി. കേരളത്തിലുണ്ടാക്കുന്ന മോമോസ് പലപ്പോഴും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന മോമോസിനോട് മുട്ടി നിൽക്കാറില്ല. എന്നാൽ അരുണാചൽ പ്രദേശിൻ്റെയും സിക്കിമിൻ്റെയും ഉത്തരാഖണ്ഡിൻ്റെയും ഒക്കെ മോമോസിനോട് കിടപിടിച്ച് നിൽക്കുന്നൊരു മോമോസ് ഉണ്ട്. തിരുനെല്ലി മോമോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന തിമോസ്. വയനാട് തിരുനെല്ലിക്കാരുടെ സ്വന്തം മോമോസാണ് ഈ തിമോസ്. എറണാകുളത്ത് കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേളയിലാണ് തിരുനെല്ലിയുടെ മോമോസ് താരമായത്. മറ്റ് മോമോസുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലെ സ്വന്തം ഗന്ധകശാല, ചെന്നെല്ല് തുടങ്ങിയ അരി ഇനങ്ങൾ ഉപയോഗിച്ചാണ് തിരുനെല്ലി മോമോസ് പാചകം ചെയ്യുന്നത്. ബീഫ്, കൂൺ തുടങ്ങിയ വ്യത്യസ്ത ഇനങ്ങളിലും സ്പെഷ്യലായി ഇലക്കറികൾ ചേർത്തും മോമോസ് ലഭ്യമാണ്. തിമോസ് ഞങ്ങള് തിരുനെല്ലി നാട്ടില് കിട്ടുന്ന റൈസാണ്. നെല്ല് കുത്തി പൊടിച്ചിട്ട് അതും കൊണ്ടാണ് ഞങ്ങൾ ഈ തിമോസ് ഉണ്ടാക്കുന്നത്. പിന്നെ പല പല റൈസും ഉണ്ട്. ചെന്നെല്ല്, പിന്നെ ജീരക റൈസ്, ഗന്ധകശാല, ഇതൊക്കെ ചേർന്നിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അത് കുത്തിപ്പൊടിച്ച് എല്ലാം റെഡിയാക്കി അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് റെഡിയാക്കുന്നത്. അതിൻ്റെ സ്മെല്ലിങ് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ചേർക്കുന്നത് ഞങ്ങൾ നാട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ ഇലക്കറികളൊക്കെയാണ്. പക്ഷെ ഇവിടെ ഇലക്കറികൾ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളിപ്പോൾ ചിക്കനും വെജിറ്റബിളാണ് ആക്കിയത്. ഇനി തിരുനെല്ലി മോമോസിൻ്റെയും സിക്കിം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ മോമോസിൻ്റെയും രുചി നോക്കാം. 3 ചിക്കൻ മോമോസുകളാണ് രുചിച്ച് നോക്കുന്നത്. കാണാൻ തിരുനെല്ലി മോമോസ് വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. മറ്റ് 2 മോമോസുകളും കാണാൻ ഏകദേശം ഒരുപോലെ ഇരിക്കുമ്പോൾ തിമോസ് മുകൾ ഭാഗം കൂർത്ത് പ്രത്യേക ഡിസൈനിൽ തന്നെയാണ്. തിരുനെല്ലി മോമോസിനൊപ്പം കിട്ടിയ ഡിപ്പും വ്യത്യസ്ത നിറത്തിലാണ്. ആദ്യം സിക്കിമിൻ്റെ മോമോസ് രുചിച്ച് നോക്കാം. ഒട്ടും എരിവില്ലാത്ത ഫില്ലിംഗ്, ചിക്കൻ്റെ ഫ്ലേവർ നന്നായി കിട്ടുന്നുണ്ട്. ഡിപ്പിൽ മുക്കുമ്പോഴാണ് ആ എരിവ് ശരിക്കും കിട്ടുന്നത്. ഇനി അരുണാചൽ പ്രദേശിൻ്റെ മോമോസ് നോക്കാം. സിക്കിമിൻ്റേതുപോലെ തന്നെ ഉള്ളിലുള്ള ചിക്കൻ ഫില്ലിങ്ങിൻ്റെ ഫ്ലേവർ നന്നായി കിട്ടുന്നു. ഡിപ്പിന് കുറച്ച് കൂടുതൽ എരിവ് കിട്ടുന്നുണ്ട്. ഇനി തിരുനെല്ലിയുടെ തിമോസിൻ്റെ രുചി നോക്കാം. കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ അരിയുണ്ടയോ മറ്റോ കഴിക്കുന്ന ഫീലാണ് കിട്ടുക. നല്ല കട്ടിയുള്ള പുറംപാളി കടന്ന് ഉള്ളിലെ ഫില്ലിംഗ് കിട്ടാൻ സമയമെടുക്കും. ഫില്ലിംഗ് അത്യാവശ്യത്തിന് എരിവുണ്ട്. നാട്ടിലെ പരിചിതമായ ചിക്കൻ മസാലയുടെ രുചി ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. തിരുനെല്ലിയുടെ ഡിപ്പിനെ പറ്റി പ്രത്യേകം പറയണം. എരിവ് തീരെയില്ലാത്ത, നാവിൽ പുളിയും മധുരവും മാറി മാറി കിട്ടുന്ന ഡിപ്പ്. ഡിപ്പിൽ മുക്കാതെ കഴിച്ചാൽ അരിയുണ്ട ടേസ്റ്റ് തന്നെ. രുചി കൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അരുണാചലിൻ്റെ മോമോസ് തന്നെയാണ്. ടേസ്റ്റ് കൊണ്ട് കിടപിടിച്ച് നിൽക്കാനാവില്ലെങ്കിലും തിരുനെല്ലിയുടെ മോമോസ് ഹെൽത്തിയാണ്, ഒപ്പം വെറൈറ്റിയും. ഇത് തന്നെയാണ് സരസ് മേളയിലെ ജനപ്രിയ വിഭവമായി തിമോസ് മാറാൻ കാരണം.